ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗത്തിരിക്കുന്ന ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. ഈ ഒരു പാലസിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് മെയിനായിട്ട് മെട്രോ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കൃഷ്ണ രാജേന്ദ്ര മാർക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങിയാൽ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ സമ്മർ പാലസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കയറാനായിട്ട് എൻട്രൻസ് ഫീ വരുന്നത് 20 റുപ്പീസാണ്. അത് നമുക്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാൻ പറ്റും. QR കോഡ് ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്, അതിൽ പേ ചെയ്ത് നമുക്ക് അകത്ത് കയറാം. 20 റുപ്പീസ് ഇന്ത്യൻസിന് വരുന്നുള്ളൂ. സോ ഇതാണ് ആ ഒരു ടിപ്പു സുൽത്താൻ പാലസിൻ്റെ പ്രെമിസസ് എന്ന് പറയുന്നത്. ഫുള്ളി ഗ്രീനിഷ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ അവർ പെയിൻ്റ് ഒന്നും ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല കേട്ടോ. സോ ആ ഒരു പഴമ നിലനിർത്താനായിട്ട് അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 1781 ഹൈദരലിയാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങി വെച്ചത്. ദെൻ 1791 ടിപ്പു സുൽത്താനാണ് ഈ പാലസിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാക്കിയത് കേട്ടോ. സോ ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൻ്റെയും രാജകീയ തേജസ്സിൻ്റെയും ഒരു ഓർമ്മ കൂടിയാണ് ഈ ഒരു പാലസ്. മുഴുവൻ പാലസും തേക്ക് മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മനോഹരമായ വസ്തുവിദ്യയും സമചതുരമായ തൂണുകളും ഇവിടുത്തെ പ്രത്യേകതകളാണ്. 2 നിലകളിലായിട്ടാണ് ഈ ഒരു പാലസ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ നിലയിലായിട്ട് മ്യൂസിയം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ടിപ്പു സുൽത്താൻ്റെ വസ്ത്രങ്ങളും ആയുധങ്ങളും വെള്ളിപ്പാത്രങ്ങളും അനുകരണീയമായ ടിപ്പു ടൈഗർ എന്നിവ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ താഴത്തെ നിലയിൽ വീഡിയോ റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ. ഇനി മുകളിലേക്ക് വരുമ്പോൾ ബാൽക്കണി പോലെയാണ് കൂടുതൽ നമുക്ക് കാണാൻ കഴിയാം. അവിടെ വെച്ചാണ് ടിപ്പു സുൽത്താൻ കോർട്ട് സെഷൻ കണ്ടക്ട് ചെയ്തിരുന്നതെന്നാണ് വിശ്വസിച്ചു വരുന്നത്. ദെൻ ഈ ഒരു പാലസ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് 2 സൈഡും, അതായത് ഫ്രണ്ടും ബാക്ക് സൈഡും ഒരേപോലെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ചാംരാജ്പേട്ടിലാണ് ഈ ഒരു പാലസ് ഉള്ളത് കേട്ടോ. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. ഈ ഒരു ബിൽഡിംഗ് ഫൈൻ എക്സാമ്പിൾ ഓഫ് ഇസ്ലാമിക് ആർക്കിടെക്ചർ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. എല്ലാവർക്കും അടുത്ത വീഡിയോ വരേക്കും ബൈ ബൈ.